ലൈക്ക് ഉപ്പ ഭയങ്കരമായിട്ട് മൂസായിരിഞ്ഞോളി അല്ലെങ്കിൽ ആ ഒരു കൈൻഡ് ഓഫ് മ്യൂസിക്, ഇക്കായാണെങ്കിൽ ഒരു കുമാർ സാനു ആ ഒരു കൈൻഡ് ഓഫ്, അതിൻ്റെ കൂടെ മലയാളം. അപ്പോൾ വീട്ടിൽ ഓൾ ടൈം മ്യൂസിക് ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ ഉപ്പാൻ്റെതായിട്ടുള്ള പല പാട്ടുകളൊക്കെ കേട്ടിട്ടുള്ള ഒരു അതിലൂടെയാണ് ഞാൻ വളർന്നു വരുന്നത്. സോ ഓഫ് കോഴ്സ് പിന്നെ എനിക്കും അതിനോട് ഭയങ്കര താല്പര്യമായി. പാട്ട് എപ്പോഴും ഹെഡ്ഫോണുകൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഇന്നെൻ്റെ കയ്യിലുണ്ട് ഹെഡ്ഫോൺ. സോ അത്രയും പാട്ടുകൾ എപ്പോഴും എൻ്റെ കൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. അന്നും ഇന്നും ഒരേപോലെ കേൾക്കുന്ന ഒരു പാട്ട് ഏതായിരിക്കും? അന്ന് ഇന്ന് ഒരുപോലെ കേൾക്കുന്ന പാട്ട് ഇപ്പോൾ ഒറ്റടിക്ക് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പഴയ ഗുലാം അലിൻ്റെ പാട്ടുകളൊക്കെ, അല്ലെങ്കിൽ ആ ഒരു കൈൻഡ് ഓഫ് ഗസല്, നുസ്രത് ഫത്തഹ് അലി ഖാൻ ഇവരൊക്കെ പാട്ടുകൾ. പിന്നെ ഓഫ് കോഴ്സ് നമ്മളെ നാട്ടിലുള്ള വിൻറ്റേജ് പാട്ടുകൾ, കലാമണിൻ്റെ പാട്ടുകൾ. പിന്നെ ഇപ്പം പഴയ മാപ്പിള പാട്ടുകളൊക്കെ തെരഞ്ഞു പിടിച്ചിട്ട് കേൾക്കൽ തുടങ്ങി. അതിൽ എൻ്റെ ആ ഒരു ലെഗസി എന്ന് പറഞ്ഞത് എനിക്ക് എൻ്റെ മണ്ണും അല്ലെങ്കിൽ അവിടെ ഉണ്ടാക്കി വെച്ചതിനെ അതിൻ്റെതായ രീതിയിൽ പുനരാവിഷ്കരിക്കുക എന്നുള്ള ഒരു പരിപാടിയാണ് എനിക്ക് കിട്ടിയേക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നത്. സോ അതുകൊണ്ട് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന എൻ്റെ ആ ഒരു സോണിക്കലും അതായാലും അവിടെ ആരൊക്കെയുള്ള അവരായിട്ടൊക്കെ ചെന്നെത്തി എന്തെങ്കിലുമൊക്കെ കിട്ടാണ് എടുത്തിട്ട് പണിയെടുക്കും. ഈ ഫുള്ള് മലപ്പുറത്തിനെ നല്ല അടിപൊളിയായിട്ട് മലപ്പുറത്തിന്റെ എന്താ പറയാ, മലപ്പുറത്തിന് ഇഷ്ടപ്പെടാത്തവർക്ക് പോലും പലരും ഫാൻസ് ആക്കി മറ്റൊരുപാട് സോങ്സും കാര്യങ്ങളൊക്കെ പ്രൂവ് ചെയ്തിട്ടുണ്ടായി. ഇപ്പൊ ജനിച്ചു വളർന്ന സ്ഥലത്തിനോടുള്ള അപ്പോൾ ചുറ്റുവട്ടത്ത് കണ്ട് വളർന്ന ആ ഒരു സാഹചര്യങ്ങളൊക്കെ മനഃപൂർവ്വം ഇങ്ങനെ മലപ്പുറത്തിന് വേണ്ടി ഒരു പാട്ട് ചെയ്യണം എന്നൊരു പ്ലാനിൽ ചെയ്യുന്നതാണോ, അതോ മലപ്പുറത്തിനെ പറ്റിയിട്ട് അങ്ങനെ അധികം പാട്ടുകൾ ഇറങ്ങിയിട്ടില്ല സോ ഒന്ന് ചെയ്തേക്കാം എന്നുള്ള രീതിയിൽ ചെയ്യുന്നതാണ്? ഇതൊന്നും ഒരു സമയത്ത് സംഭവിച്ചതൊന്നുമില്ല. ഇതിനൊക്കെ പിന്നിൽ എൻ്റെ ചൈൽഡ്ഹുഡ് വരെ അതിനൊരു കൈൻഡ് ഓഫ് ഒരു കാരണമാണെന്ന് ഞാൻ വിചാരിക്കണം. അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു ഒരു പരിധി വരെ അതിലൊരു വിപ്ലവം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സിറ്റീസിലും ടൗൺസിലും ഒക്കെ പോകുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പം മലപ്പുറത്തുനിന്ന് ഒരു 5 കൊല്ലം 10 കൊല്ലം മുന്നേ ഒരു വ്യക്തി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ പോയിട്ട് വേറെ മറ്റ് പല സംസ്ഥാനത്തുള്ള വ്യക്തികൾ സമ്പർക്കം പുലർത്തേണ്ട അവസ്ഥ വരും. അപ്പോൾ അവർ തമ്മിൽ സംസാരിക്കുമ്പോൾ നമ്മളാ ഒരു ശൈലി അല്ലെങ്കിൽ നമ്മളാ ഒരു കൊളോക്കിയൽ ശൈലിനെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ അതൊരു കുറച്ചിലും, അല്ലെങ്കിൽ മലപ്പുറം ഭാഷാ ശൈലി അല്ലെങ്കിൽ കോഴിക്കോട് ഭാഷാ ശൈലി, മലബാറിൽ പല സ്ഥലത്തുള്ള അവര് ജനിച്ചു വളർന്ന നാട്ടിൽ അവരുപയോഗിച്ച ഒരു ഭാഷ പുറത്തെ ഏരിയകളിൽ വരുമ്പോൾ അത് ഭയങ്കര മലിനമാക്കപ്പെട്ടൊരവസ്ഥയാണ്. അപ്പൊ അത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുന്ന വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു എഴുത്തുകാരനായത് ഒരു പക്ഷേ ഈ പറഞ്ഞ കൊളോക്കിയൽ ചാനൽ ഇല്ലെങ്കിൽ ഡെപ്സ് ഇല്ല. സോ അതുകൊണ്ട് തന്നെയാണ് ഞാനത് യൂസ് ചെയ്ത് പാട്ടുകൾ ഇപ്പം ഓളമപ്പാണെങ്കിലും മണവാളൻതക്കാണെങ്കിലും കൽബും കെട്ടിയാണെങ്കിലും. അപ്പൊ നമുക്ക് അതിലൊരു കുറച്ച് സാധനങ്ങളുണ്ട് എന്റെ വിശ്വാസമാണ്. എനിക്ക് സാറ്റിസ്ഫൈഡ് ആണ് തോന്നുന്നത് ഞാൻ പാട്ടുകൾ ഇറക്കുന്നത്. അതിനുശേഷം മറ്റാരും എന്ത് കേട്ടാലും കേട്ടില്ലെങ്കിലും അതിന് സംഭവിക്കുന്ന വിഷയമല്ല.